ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് വിശിഷ്യ ഇന്നത്തെ നമ്മുടെ സ്മര്യ പുരുഷനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വാമി തൃപ്പാദങ്ങളുടെ മഹാസമാധി ദിനം നാം ആചരിച്ചു. അതിനെ തുടർന്ന് പോയ ദിവസം ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി ദിനവും നാം ആചരിക്കുകയുണ്ടായി. ചിങ്ങ 1 മുതൽ നടന്നു വന്ന ശ്രീനാരായണ ധർമ്മചര്യാ യജ്ഞത്തിന് ശുഭകരമായ സമാപ്തിയും കുറിക്കപ്പെട്ടു. ബോധാനന്ദ സ്വാമി അനുസ്മരണങ്ങൾ അങ്ങനെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് കരുതുക വയ്യ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനുസ്മരണങ്ങൾ നടക്കുന്നത് ശുഭോദർക്കമാണ്. സ്വാമികളുടെ സമഗ്രമായ ഒരു ജീവചരിത്രം പൂജനീയ സച്ചിദാനന്ദ സ്വാമികളാൽ പ്രകാശിതമായിട്ടുണ്ട്. ലഭ്യമാകുന്നിടത്തോളം വിവരങ്ങൾ സ്വാമിജി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊരാധികാരിക ഗ്രന്ഥമാണ്. എല്ലാവരും അത് വാങ്ങേണ്ടതാണ്, ആവർത്തിച്ച് വായിക്കേണ്ടതുമാണ്. സ്വാമികളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ സാമാന്യമായി നമുക്കറിയാം. ഗുരുദേവന്റെ അനന്തരഗാമിയായിരുന്നു. അവിടുന്ന് കൊച്ചി കേന്ദ്രമാക്കി വലിയ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതാണ്ടൊരു തീവ്രവാദ സ്വഭാവം അതിന് ഉണ്ട് എന്ന പ്രതീതിയാണ് അതേപ്പറ്റി പരാമർശിക്കുമ്പോൾ പൊതുവെ അനുഭവപ്പെടുക. സ്വാമികളെ സംബന്ധിച്ച് ആ രീതിയിൽ നമ്മൾ കാണേണ്ടതില്ല. ഇതൊരു സവിശേഷ വ്യക്തിത്വം തന്നെയായിരുന്നു. 46-ാമത്തെ വയസ്സിൽ അവിടുന്ന് സമാധിയായി. വിശേഷിച്ച് പറയേണ്ടത് ഗുരുദേവന്റെ അനന്തരഗാമിയായിരുന്ന സ്വാമികൾ തൃപ്പാദങ്ങളുടെ സമാധിയെ തുറന്ന് തന്നെ 3-ാം ദിവസം സമാധി പോവുകയായിരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനം
അതിസങ്കീർണമായ ഒരു ഘട്ടത്തിൽ നിലകൊള്ളുമ്പോൾ ഇതുപോലൊരു മഹാനുഭാവന്റെ വിയോഗം എത്രമാത്രം നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന് ഊഹിക്കുക വയ്യ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗുരുദേവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുന്ന് ലോക സംഗ്രഹ പ്രവർത്തനത്തിന് നാന്ദി കുറിക്കുന്നത് 33-ാം വയസ്സ് മുതലാണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടെയാണ് അത് വ്യാപകമാകുന്നത്. അതിനു മുമ്പും അവിടുന്ന് പല തരത്തിലുള്ള സേവ വൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ഒരിക്കലും അവിടുന്ന് നിഷ്ക്രിയനായിരുന്നില്ല. എന്നാൽ അതിനും ഒരു വ്യാഴ വട്ടക്കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 വയസ്സിനോടടുപ്പിച്ച് തന്നെ ബോധാനന്ദ സ്വാമികൾ തൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഗുരുദേവൻ കർമ്മപഥത്തിലേക്ക് പ്രവേശിച്ച വയസ്സെത്തുമ്പോഴേക്കും അവിടുന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നു. തികച്ചും ഒരു സ്വാത്വികനായിരുന്നു അവിടുന്ന് എന്ന് അവിടുത്തെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ സന്ദേഹിക്കപ്പെടുമായിരുന്നു. തൃശ്ശൂരിൽ അവിടുന്ന് ജനിക്കുന്നു. 9 മക്കളുള്ള മാതാപിതാക്കൾക്ക് അതിൽ 2ാമത്തെ പുത്രനായിരുന്നു അവിടുന്ന്. അതിസമ്പന്നമായ ഒരു ഭവനമായിരുന്നു അത്. അല്ലലും അലച്ചിലും ഇല്ലാതെ സുഭിക്ഷമായി സുഖകരമായി ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നിലനിന്നു പോന്ന ഒരു കുടുംബം. സ്വാമികളുടെ ഒരു പ്രത്യേകത, സ്വാമികൾ 1928 സമാധി അടയുന്നത്. സ്വാമികളുടെ സമാധി അറിഞ്ഞ് ദുഃഖിക്കുവാൻ ദുര്യോഗമുണ്ടായവരാണ് അവിടുത്തെ മാതാപിതാക്കൾ. അവർ ദീർഘായുസ്സുക്കളായിരുന്നു. ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ആധ്യാത്മിക പാരമ്പര്യം ആ കുടുംബത്തെ സംബന്ധിച്ച് അന്യമായിരുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ശിവഗിരി പ്രസ്ഥാനത്തിൽ അല്ല എങ്കിലും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളിലേക്ക് പ്രവേശിച്ച 3-ലധികം ത്യാഗിവര്യന്മാരുണ്ടായിരുന്നത്രേ. അതിലൊരാൾ ശ്രീലങ്കയിലാണ് പ്രവർത്തിച്ചു ഇരുന്നത്. പിന്നീട് സ്വാമികളുടെ ഒരു സഹോദരന്റെ പുത്രൻ സന്യാസിയായി തീരുകയുണ്ടായി. എന്ന് മാത്രമല്ല, സ്വാമികൾ വീടുപേക്ഷിച്ചിറങ്ങി
പരിവ്രാജകനായി മാറി. അദ്ദേഹം ഉത്തരേന്ത്യൻ ഹിമാലയ പര്യടനമെല്ലാം കഴിഞ്ഞ് ഹിമാലയത്തിൽ നിന്നുമാണ് സന്യാസം സ്വീകരിക്കുന്നത്. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളതുപോലെ ഗുരുദേവനല്ല സന്യാസം നൽകിയത്. അങ്ങനെ സന്യാസം സ്വീകരിച്ച് തിരിച്ച് വരുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കുമാറ് അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്തിൻ്റെ ഒരു ഭാഗം, ആ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ ഭൂസ്വത്തിൻ്റെ ഒരു ഭാഗം ഒരു മഠം തീർക്കുന്നതിന് വിട്ടു നൽകുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ നല്ലൊരു പിന്തുണ അവിടത്തേക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനസ്സിലാക്കുവാൻ കുടുംബാംഗങ്ങൾക്ക് അല്പം സാവകാശം വേണ്ടി വന്നുവെങ്കിലും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു അപൂർവതയാണ്. സ്വദേശത്ത് ഒരു പ്രവാചകനും പ്രശോഭിക്കില്ല എന്നൊരു ദൃഢവിശ്വാസം പണ്ട് മുതൽക്ക് തന്നെയുള്ളതാണ്. സ്വദേശത്ത് ഇങ്ങനെയുള്ളവർ മാനിക്കപ്പെടില്ല. അത് ശരിയാണോ? ബോധാനന്ദ സ്വാമികളുടെ പ്രവർത്തനം സ്വദേശത്ത് തന്നെയായിരുന്നു. അത് പിന്നെ മലബാറിലേക്കും തിരുവിതാംകൂറിലേക്കും വ്യാപിച്ചു. ഗുരുദേവനും ഇതിനൊരപവാദമല്ല. തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലുമാണ് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നിലകൊണ്ടത്. ആ പ്രധാന കേന്ദ്രങ്ങൾ തമ്മിൽ വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല. ഈ ഗുരുവിൻ്റെയും ശിഷ്യന്റെയും ജീവിതത്തിൽ ഇതുപോലെ സമാനതകൾ കാണാം, എന്നാൽ ചില വൈരുദ്ധ്യങ്ങളും കാണാം. ബോധാനന്ദ സ്വാമികൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് സന്ദർഭവശാൽ പ്രവേശിച്ചു എന്ന് പറയുന്നതാകും ശരി. ഒരു ശിശു ജനിച്ചതിന് ശേഷമാണ് അവിടുന്ന് ഭാരത പര്യടനത്തിന് ഇറങ്ങുന്നത്, അവധൂത വൃത്തി കൈക്കൊള്ളുന്നത്. ജന്മനാ തന്നെ അദ്ദേഹത്തിന് ആധ്യാത്മികതയോടൊരു ആഭിമുഖ്യമുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും അത് തെളിഞ്ഞിട്ടുണ്ട്. അന്നത്തെ പരിതസ്ഥിതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും കഴിവുണ്ടായിട്ടും സാഹചര്യം ഇണങ്ങിയിരുന്നില്ല. അതുകൊണ്ട് പരമ്പരാഗതമായ അല്പം സംസ്കൃതവും അല്പം ജ്യോതിഷവും വൈദ്യവും വ്യാകരണവും ഒക്കെയായി വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. പക്ഷേ അവിടത്തേക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, വായന. വായിക്കുന്നത് കേട്ടിരിക്കുക. അമ്മയൊരു പരമഭക്തയായിരുന്നു. അതുപോലെ തന്നെ പിതൃ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഇളയച്ചൻ, അദ്ദേഹം സന്യാസിമാരെയൊക്കെ ആദരവോടെ കാണുന്ന ആളായിരുന്നു.
ഒരു തീർത്ഥാടന പ്രിയനായിരുന്നു. ഈ ഇളയച്ചനോട് അസാധാരണമായ ഒരടുപ്പം ബോധാനന്ദ സ്വാമികൾക്കുണ്ടായിരുന്നു. അതിലും സവിശേഷമായ ഒരു വാത്സല്യം ഇളയച്ചൻ ഈ പുത്രനിലും സഹോദര പുത്രനിലും ചുരിഞ്ഞിരുന്നു. പല സന്ദർഭങ്ങളിലും ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി, അന്ന് വേലുക്കുട്ടി എന്നാണ് അരുമയോടെ വീട്ടുകാർ വിളിച്ചിരുന്ന വേലായുധൻ എന്ന ആ നാമധാരി, പലപ്പോഴും ഈ കുട്ടിയുടെ രക്ഷയ്ക്കായി ഈ ഇളയച്ചന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും ധാരാളം കഥകൾ പറയുമായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര സമ്പ്രദായങ്ങളെയൊക്കെ കുറിച്ചും അറിവ് പകരുമായിരുന്നു. നാമജപത്തോടെ അമ്മ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മറ്റ് 8 മക്കളിൽ നിന്നും വ്യത്യസ്തമായി ഈ വേലുക്കുട്ടി അമ്മയുടെ നിഴൽ പോലെ പിന്തുടരുമായിരുന്നു. ബുദ്ധിമാനായ ഈ കുട്ടിക്ക് ഒരിക്കലൊരു സംശയം തോന്നുകയാണ്. പലരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ നാം എന്തിനാണമ്മേ ഈ വെളിയിൽ നിൽക്കുന്നത്? അതവന്റെ ന്യായമായ ഒരു സംശയമായിരുന്നു. പാരമ്പര്യത്തെ മാനിച്ചിരുന്ന, വിലമതിച്ചിരുന്ന മാതാവ്, അയ്യോ കുഞ്ഞെ, നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല, നമുക്കവിടേക്ക് പ്രവേശനമില്ല. പിന്നെ ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഉത്തരം മുട്ടും. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനമായി ഒരൊറ്റ നിർദ്ദേശമേ ഉള്ളൂ: നിന്റെ അച്ഛനോട് ചോദിക്കുക. മടങ്ങി വരുന്ന കുട്ടി അച്ഛനോടും ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് മുമ്പിൽ അച്ഛനും കുഴങ്ങും. ഒരു വേള ഉത്തരം മുട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിന്റെ സംശയം തീരണമെങ്കിൽ വല്ല സ്വാമിമാരെ കൊണ്ടുമേ സാധിക്കും. അത് കാര്യമായിട്ട് പറഞ്ഞതല്ലെങ്കിലും അത് തന്നെ കാര്യഗൗരവമുള്ളതായി തീരുകയാണ്. അവിടുന്ന് സ്വാമിമാരെ ഏതെല്ലാം സമ്പ്രദായത്തിലുള്ള സ്വാമിമാരെ തേടിപ്പോവുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ആരുടെയെല്ലാം സവിധത്തിൽ താമസിച്ച് പഠിച്ച് വളരുകയായിരുന്നു. ഒരു മഹാപണ്ഡിതനെന്ന്, വിശേഷിച്ചൊരു മഹാബുദ്ധിമാനെന്ന് സർവരാലും അംഗീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അവിടുത്തെ സംശയങ്ങൾ അത്രയും തീർന്നത് ഏറ്റവും ഒടുവിൽ സ്വാമി തൃപ്പാദങ്ങളുടെ സവിധത്തിലെത്തുമ്പോഴാണ്. പലരും കരുതുന്നത് പോലെ ഒറ്റ ദർശന മാത്രയിൽ തന്നെ എല്ലാം അങ്ങ് പകർന്നു നൽകി, എല്ലാം അങ്ങ് അടിയറ വെച്ചു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. പക്ഷേ അതൊരു സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. ഗുരുവിന് നിവേദിക്കപ്പെടുകയായിരുന്നു ആ ജീവിതം. അത് പാകമാകാൻ
അതിൻ്റെതായ സാവകാശം വേണ്ടി വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് പിന്നാലെ കാണാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ മൗനം ചില സമയങ്ങളിൽ അത് അതിരുവിടാറുണ്ട്. എങ്ങനെയെന്നറിയില്ല. ഇളയച്ചൻ മുഖാന്തരമായിരിക്കണം അദ്ദേഹത്തിന് ഈ ധ്യാനത്തിലും മറ്റും വാസന ഉണർന്നു. അദ്ദേഹം ഇങ്ങനെ കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ മുഴുകുമായിരുന്നു. പലപ്പോഴും വല്ല വൃക്ഷച്ചുവട്ടിലൊക്കെ ഇരുന്നാലും അതിലെ കടന്നു പോകുന്നവരുടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശബ്ദങ്ങൾ അതിന് വിഘ്നം വരുത്തുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ശല്യവുമില്ലാതെ ഇരുന്ന് ധ്യാനിക്കുവാൻ ഇടം കണ്ടെത്തിയത് വീട്ടിലെ വലിയ പത്താഴത്തിലായിരുന്നത്രേ. സാധാരണ പത്താഴത്തിൽ കയറി ഒളിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത, കടന്നു വരാത്ത ഒരു സ്ഥാനം. കുറെ നേരമായി കുട്ടിയെ കാണുന്നില്ല. അവിടെ മുഴുവൻ തേട്ടമായി. മണിക്കൂറുകൾ കടന്നുപോയി. ഒരു ദിവസവും കടന്നുപോയി. എന്തായിരിക്കും ആ വീട്ടിലുണ്ടായിട്ടുള്ള അമ്പരപ്പ്? എന്തോ എടുക്കുവാൻ ബാല്യക്കാരി പത്താഴപ്പുര തുറന്നപ്പോ, ആ പത്താഴം തുറന്നപ്പോ അമ്പരന്ന് പോയി. നിശ്ചേഷ്ടനായിരിക്കുകയാണ്. ഒരനക്കവുമില്ല. സാവകാശമാണ് പരിസരബോധമുണ്ടായത്. ആ കുട്ടി ആർജവത്തോടെ പറയുകയാണ്, ശല്യമില്ലാതെ ധ്യാനിക്കുവാൻ ഒരിടം ഇടമേ കണ്ടുള്ളൂ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ കുട്ടിയുടെ വാസന. ഗൃഹജോലികളിലൊക്കെ പങ്കെടുക്കഴിയൊന്നുമില്ല. പക്ഷെ അതിനിടയിലും ഈ ചിന്ത, ആധ്യാത്മിക ചിന്തകളിൽ മുഴുകുന്നത് കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച വരാറുണ്ട്. അതുമാത്രമല്ല, ചില സമയം നമുക്കൊക്കെ അറിയാം, നമ്മളിൽ പലരും കൃഷിക്കാരാണ്. സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. അവിടെയൊക്കെ വീഴ്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. അങ്ങനെ മുതിർന്നവരുടെ ശകാരങ്ങൾ കുറേയേറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസം ക്ഷേത്രത്തിൽ പോകുന്നു. ചോദ്യങ്ങൾ കുറെ ചോദിച്ചിട്ടും മാതാപിതാക്കളിൽ നിന്നൊരു സമാധാനം ഉണ്ടാകുന്നില്ല. ഈ ക്ഷേത്രത്തിനുള്ളിലേക്കൊന്ന് കയറുക തന്നെ. ഇങ്ങനെ ഈ കുട്ടി ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞൊടിയിടകൊണ്ട് ഈ കുട്ടി ക്ഷേത്രത്തിനകത്തേക്ക് ഒരു ഓട്ടമായിരുന്നു. ഓടി നേരെ ഗർഭഗൃഹത്തിന് മുമ്പിലെത്തി തൊഴുതു. അതേപടി തന്നെ വെളിയിലേക്ക് ഓടി വരികയും ചെയ്തു. ഒന്നും തടയാൻ പറ്റിയില്ല. അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അവർ കോലാഹലവുമായി വീട്ടിലെത്തി. ആ നാട്ടിലെ അതിസമ്പന്നമായ ഒരു തറവാടാണ് ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന്, ആ തറവാടിന്റെ
പിന്തുണ അനിവാര്യമായതുകൊണ്ട് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അവിടെ അശുദ്ധമാക്കിയതിനുള്ള പരിഹാരം, അതിനുള്ള ചെലവ് വഹിക്കുവാൻ പിതാവ് തയ്യാറായി. അങ്ങനെ അതിന് സമാധാനമുണ്ടായെങ്കിലും വലിയൊരു സമാധാനക്കേടിന്റെ തുടക്കമായിരുന്നു അത്. ഈ കൊച്ചു വേലായുധനെ, വേലുക്കുട്ടിക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ആ കുഞ്ഞു മനസ്സിൽ ക്ഷേത്രത്തോടെന്തോ ഒരു വൈരാഗ്യമെന്ന് തന്നെ പറയണം. ഇങ്ങനെയുണ്ടോ ഒരു വൈരാഗ്യം? ഇദ്ദേഹം ഭാവിയിൽ ക്ഷേത്രത്യാഗപ്രസ്ഥാനം ആയി ഒരു മഹാപ്രയാണം നടത്തിയെന്നോർക്കുക. അതിൻ്റെ ആരംഭം ഈ സംഭവത്തിൽ നിന്നായിരുന്നു. ക്ഷേത്രങ്ങൾക്കെതിരായിരുന്നു അദ്ദേഹം, ക്ഷേത്ര പ്രതിഷ്ഠകൾക്കെതിരായിരുന്നു. എന്നാൽ അദ്ദേഹം ഹിമാലയ പര്യടനം നടത്തി. പല ആശ്രമങ്ങളിലും അവിടുത്തെ സമ്പ്രദായങ്ങളോടൊക്കെ യോജിച്ചു. ആധ്യാത്മിക ഉണർവിനായി ഉപാസന അദ്ദേഹം സ്വീകരിച്ചു. എങ്കിലും ക്ഷേത്രത്തെ അവിടുന്ന് നിശ്ചിതമായി വിമർശിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 16 വയസ്സായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം അതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഒരു വിവാഹം കഴിപ്പിച്ചാൽ, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുത്തിയാൽ ഇതിന് മാറ്റം വരും എന്ന സതുദ്ദേശത്തോടെയാണ് മാതാപിതാക്കൾ വളരെ രഹസ്യമായി, വളരെ കരുതലോടെ ഈ വേലായുധന്റെ വിവാഹം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ജ്യേഷ്ഠന് വിവാഹത്തിന് ആലോചനകൾ ചെയ്തു, അതിന് ഏർപ്പാടായി. അതോടൊപ്പം തന്നെ വളരെ രഹസ്യമായി അതേ സ്ഥലത്ത് വെച്ച് തന്നെ കാലേ കൂട്ടി പറഞ്ഞു വെച്ചതനുസരിച്ച് ഈ വേലായുധനും ഒരു വധുവിനെ ഒരുക്കി നിർത്തിയിരുന്നത്രേ. ഇതൊന്നും അറിയാതെ ജ്യേഷ്ഠന്റെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ആ തക്ക സമയത്തായിരുന്നത്രേ വേലായുധൻ അറിയുന്നത് തനിക്ക് വേണ്ടിയും ഒരു വധു ഒരുങ്ങി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ വിവാഹിതനായി. ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുന്നതിന് കുറെ പ്രേരണകളും ഉപദേശങ്ങളും അനുനയങ്ങളും ഒക്കെ വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനൊക്കെ വശംവദനായി. അങ്ങനെ ഏതാണ്ട് 2 കൊല്ലത്തോളം മാത്രമേ ആ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. അതിനിടയിൽ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു. ഈ ഗൃഹസ്ഥ വൃദ്ധിയിൽ പല ജോലികൾ ചെയ്യുന്നതിനിടയ്ക്ക് വിശാലമായ പാടങ്ങളുണ്ട്, പറമ്പുണ്ട്. ഒരിക്കൽ കൃഷിക്കായി നില ഉഴുതുകൊണ്ടിരുന്ന ഒരു കാളയെ അതെന്തോ ഒരു ഇടങ്ങേട് കാണിച്ചു, ഒരു മടി കാണിച്ചു. സാധാരണ ഉപായം കൊണ്ടൊന്നും അത് വഴങ്ങിയില്ല. അതിനെ കണ്ടമാനം ഉപദ്രവിച്ചു. ഇത് സഹിക്കാൻ പറ്റിയില്ല. അവിടെ ഈ സ്വാമികൾ ക്ഷുഭിതനാവുകയാണ്.
വീട്ടിൽ വന്നിട്ടും ആ ക്ഷോഭം അടങ്ങുന്നില്ല. വീട്ടുകാരോടെല്ലാം അവിടുന്ന് ദേഷ്യപ്പെടുന്നു. സത്യത്തിൽ വിരാഗിയായി വീടുപേക്ഷിച്ച് അവിടുന്ന് പരിവ്രാജകനായി ഇറങ്ങിത്തിരിക്കുന്നതിന് ഒരു നിമിത്തമായി തീരുകയായിരുന്നു ഈ സംഭവം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെയൊന്നുമായിരുന്നില്ല. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ഈ ഗൃഹസ്ഥ വൃത്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഇതിന്റെ മറുഭാഗം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാസന, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഏത് മാർഗത്തിലൂടെ ചരിച്ചു എന്നറിയുവാൻ ഇത്ര ഭക്തി മാർഗത്തിൽ ശ്രദ്ധയുണ്ടായിരുന്ന കുടുംബത്തിൽ ഇളയച്ചൻ മാത്രം പിന്തുണയുണ്ടായിരുന്നു എന്നത് ശരി. എന്നാലും ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതായിരുന്നു. അവിടെ നോക്കണം ഏത് തരത്തിലാണ് ആ വിവാഹം നടന്നതെന്ന്. ഇങ്ങനെ പരപ്രേരണയിൽ ബന്ധിപ്പിക്കേണ്ടതല്ല ഗാർഹസ്ഥ്യം. അതിനും അതിൻ്റെതായ ഒരു വാസന വേണം. ഇവിടെ നമ്മൾ കാണേണ്ടത് ബോധാനന്ദ സ്വാമികൾ ഈ രാഗത്തെയെല്ലാം വിജയകരമായി അതിവർത്തിക്കുകയാണ്. അവിടെ നമുക്ക് ഈ കാമത്തെ അല്ലെങ്കിൽ രാഗത്തെ എല്ലാം വിജയകരമായി അതിവർത്തിച്ച ഒരു മഹായോഗിയെ കാണാൻ പറ്റുകയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് കൂടുതലൊന്നും പുറത്തോട്ട് സഞ്ചരിച്ചിരുന്നില്ല. ഇളയച്ചനോടൊപ്പം ഏതാനും തീർത്ഥയാത്രകൾ നടത്തിയ പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആരുമറിയാതെ പരിവാപ്രാജകനായി ഇറങ്ങിത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ വഴിക്ക് ഇനി കൂടുതൽ നമ്മുടെ സംഭാഷണം തുടരുന്നില്ല. അപ്പൊ അതൊരു സംഭവ വിവരണമായി പോകുമ്പോൾ നമുക്ക് സമയം അതിക്രമിക്കും. അദ്ദേഹം ഒരു ആദ്യത്തെ യാത്രയിൽ ക്ഷീണിതനായി തിരിച്ചു വരേണ്ടി വരികയാണ്. അങ്ങനെ വീട്ടിലെത്തി വീട്ടുകാരെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വീട്ടുകാരുടെ അനുവാദത്തോടെ തന്നെയാണ് രണ്ടാമത് യാത്ര നടത്തുന്നത്. ആ യാത്രയിലാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നത്. അദ്ദേഹം ബുദ്ധിമാനായിരുന്നത് കൊണ്ട്, സൂചിപ്പിച്ചതുപോലെ നല്ല ശ്രദ്ധാലുവായിരുന്നത് കൊണ്ട്, നല്ല ജിജ്ഞാസുവായിരുന്നത് കൊണ്ട് അദ്ദേഹം പഠിക്കാത്ത കാര്യങ്ങളില്ല. ഈ സഞ്ചാരവേളയിൽ പല പല അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടാകുന്നുണ്ട്. അറിവ് മാത്രമല്ല, പല കുറവുകളും പല ആശ്രമങ്ങളിലെ സമ്പ്രദായങ്ങളും ഒക്കെ പരിചയിക്കുകയാണ്. ഒരുപക്ഷെ ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള മറ്റൊരാൾ ഉണ്ടാവില്ല. ആസേത് ഹിമാചലം സഞ്ചരിക്കുക, വിവിധ ജനപദങ്ങളുമായി പരിചയപ്പെടുക, വിവിധ പ്രസ്ഥാനങ്ങളുമായി ഇടപഴകുക, ചെല്ലുന്നിടത്തെല്ലാം സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമാവുക എന്ന് മാത്രമല്ല, ഒരിടത്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ചില സഹൃദയർ, അവരെല്ലാം ആധ്യാത്മിക മാർഗത്തിൽ കൂടെ തന്നെ ചരിക്കുന്നവരായിരുന്നു.
അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു കുടീരം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം അദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പൊ ആ മാർഗത്തിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 5 കൊല്ലക്കാലമാണ് അദ്ദേഹത്തിന് ഈ ഇത്ര അനുഭവ സമ്പത്തുണ്ടാകുന്നത്. അതിനിടയിൽ ഈ പല അല്പത്തങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. നല്ല മധുരമായ ജ്ഞാനാമൃതം മാത്രമല്ല, അറിവ് കുറഞ്ഞവരുടെ പല കുറവുകളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഭിക്ഷാടനവുമായി ചില വേളകൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല ആദരവിനും അവിടുന്ന് പാത്രമാകുന്നുണ്ട്, നല്ല അവഹേളനങ്ങൾക്കും നിന്ദയ്ക്കുമൊക്കെ അവിടുന്ന് പാത്രീഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം അദ്ദേഹത്തെ പരുവപ്പെടുത്തുകയായിരുന്നു. ഇതെല്ലാം നല്ല ഒരു ശിക്ഷണമായി മാറുകയായിരുന്നു. ഇങ്ങനെ വളരെ ശിക്ഷിതനായിട്ടാണ് അവിടുന്ന് മടങ്ങി വരുന്നത്. ഉത്തരേന്ത്യയിലെയും മറ്റും ചില അനുഭവങ്ങൾ, അതിലേക്കൊന്നും വിശദമായി ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ അത് തൻ്റെ സ്വദേശത്ത് തന്നെ അതിൻ്റെ ഒരു ശുദ്ധീകരണം ആരംഭിക്കണം എന്നുള്ള ഒരു ദൃഢവ്രതത്തിലാണ് അദ്ദേഹം മലയാളക്കരയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഭാവമൊക്കെ ആകെ മാറിയിരുന്നു. പണ്ടുപോയ ആ യൗവനക്കാരൻ, ആ യൗവന തേജസ് ഇപ്പോഴും വിട്ടിട്ടില്ല. ഏതാണ്ട് 23 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ. ഒത്ത ഉയരം, ഏതാണ്ടൊരു 5.5 അടിക്ക് മുകളിലുള്ള ഉയരം, വിരിഞ്ഞ നെഞ്ച്, നിവർന്ന നിൽപ്പ്, ആജാനുബാഹു, ദൃഢനിശ്ചയം സ്ഫുരിക്കുന്ന ആ കണ്ണുകൾ ആരാലും ആകർഷിക്കപ്പെടുമായിരുന്നു. ഇതുപോലൊരു സവിശേഷ വ്യക്തിത്വം അത് കണ്ണുള്ളവർക്കെല്ലാം പെട്ടെന്ന് ബോധ്യപ്പെടുമായിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോ ഏതായാലും എല്ലാവരുടെയും കണ്ണ് ഒരുപോലല്ല. വീട് വിട്ടു പോയവൻ, കുടുംബം നോക്കാതെ പോയവൻ, അങ്ങനെ പല പല ആക്ഷേപങ്ങൾക്കും ഒക്കെ ആദ്യം വശംവദനായിരുന്നുവെങ്കിലും പിന്നീട് ഈ വിമർശനങ്ങളൊക്കെ സ്വയം കെട്ടടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് ചില അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒരിക്കൽ പിതാവ് തന്നെ കുളിക്കാൻ ഈ കരുവന്നൂർ പുഴയിലാണ് കുളി. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആദ്യം ഒന്ന് അമ്പരുന്ന് ഇതെന്താണ്. ഇപ്പം വെള്ളത്തിലെ ആ കാഴ്ച അവ്യക്തമായിരിക്കും. അവിടെ എന്തോ സാധനം ഇരിക്കുന്നത് പോലൊരു തോന്നല്. ജലത്തിന് സ്വാഭാവികമായിട്ട് ഒരു ഓളമൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടൊന്നും വ്യക്തമല്ല. കൗതുകത്തോടെ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇരിക്കുന്നതാണോ? സൂക്ഷിച്ചപ്പോ മനസ്സിലായി ഇതൊരു മനുഷ്യൻ തന്നെ. ഇത് കുറെ നേരം നോക്കി നിന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ പെട്ടെന്ന് ഇടപെടാൻ എന്തോ ഒരു ശക്തി തടയുന്നത് പോലെ. പക്ഷെ ഈ കരയ്ക്കൊരു മനുഷ്യന്റെ സാന്നിധ്യം എങ്ങനെയോ മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇതാ ജലത്തിൽ. സൂക്ഷിച്ചപ്പോ മനസ്സിലായി പൊങ്ങി വരികയാണ്.
പത്മാസനം ബന്ധിച്ച് ജലത്തിൽ ഇങ്ങനെ സമാധിയിലിരിക്കുകയാണ്. അത് എഴുന്നേറ്റ് വന്നപ്പോൾ അത് തൻ്റെ പുത്രൻ തന്നെ. ഇത് കണ്ടത് സ്വപ്നമാണ്. അദ്ദേഹം അതിശയിച്ചു പോയി. ഒരു വേള ഒരു കടുത്ത വിമർശകൻ അദ്ദേഹം ഇങ്ങനെ ആറ്റിനക്കരയിലേക്ക് പോകാൻ തോണി ഇറക്കുമ്പോൾ കാണാം ആരോ ഇങ്ങനെ ജലമധ്യത്തിൽ, അവിടെ നല്ല ആഴമുണ്ടല്ലോ, വള്ളമൊട്ട് കാണുന്നുമില്ല. ഇനി വലകയോ വാഴപ്പിണ്ടിയോ അങ്ങനെയൊക്കെ ആകാം, പക്ഷെ ഒന്നിൻ്റെയും ലക്ഷണം കാണുന്നില്ല. ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ച് അപ്പോ കാണുന്നത് അവിടെ ഒരു പ്രത്യേക ആസനത്തിൽ ജലപ്പരപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, താന്നു പോകുന്നില്ല. അപ്പോൾ പ്രത്യേക രീതിയിൽ വായുവൊക്കെ ഉള്ളിൽ സംഭരിച്ച് സ്തംഭിപ്പിച്ച് ഒരു പ്രത്യേക രീതിയിലിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇത് കാണുന്ന ആൾക്ക് കുളിര് വരുന്നുണ്ട്. ഇത് എന്താണ് സംഭവം? ഇദ്ദേഹം അതിൽ നിന്നുണരുന്നു. പിന്നെ ഇതാ സാധാരണ പോലെ നീന്തി തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇദ്ദേഹം കരപറ്റി നടന്നു പോവുകയാണ്. ആ ചുവടുവെപ്പിനൊക്കെ എത്ര ദൃഢത, ഒരു ഒരു നിശ്ചയദാർഢ്യമുണ്ട് ഏത് കാര്യത്തിനും. അത് ആ ചുവടുവയ്പിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു. പിന്നെ കാണുമ്പോൾ അതുവരെ നിന്നിച്ച ഈ മനുഷ്യന്റെ കൈ അറിയാതെ തന്നെ കൂപ്പിപ്പോവുകയാണ്. അതിനിടയ്ക്കും പല കഥകൾ പ്രചരിക്കുന്നു. അന്നത്തെ കാലമല്ലേ, അന്ധവിശ്വാസങ്ങൾ കൂടി നിൽക്കും. ഈ വാതോപദ്രവങ്ങളൊക്കെ സർവ്വസാധാരണമായിരുന്നു. അങ്ങനെയുള്ളിടത്തൊക്കെ മന്ത്രവാദങ്ങളും ഒക്കെ ആശ്രയിക്കുകയല്ലാതെ മാർഗമില്ല. എങ്ങനെയോ ഈ മടങ്ങി വന്ന സ്വാമികൾക്ക് ഇതൊക്കെ ദൂരീകരിക്കാനുള്ള എന്തോ സിദ്ധികളുണ്ടെന്ന് പ്രചരിച്ചു തുടങ്ങി. അങ്ങനെ ഉള്ളവർ എത്തിത്തുടങ്ങി. ഒരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എത്ര കടുത്ത അപസ്മാരമായിക്കൊള്ളട്ടെ, ഭ്രാന്തായിക്കൊള്ളട്ടെ, സ്വാമികളുടേതായ ചില ഈ മുഹൂർത്ത വിദ്യകളുണ്ട്, ചികിത്സകളുണ്ട്. അതിലൂടെ അവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയാണ്. സ്വാമികൾക്ക് സ്വദേശത്ത് സർവാംഗീകാരം കിട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില അത്ഭുത പ്രവൃത്തികൾ കാരണമായിട്ടുണ്ട്. അത് ഇതുപോലുള്ള ലോകസംഗ്രഹത്തിന് ഇറങ്ങിത്തിരിക്കുന്ന യോഗീശ്വരന്മാർ പ്രകടിപ്പിക്കാറുള്ളതാണ്. പൊതുജന വിശ്വാസം ആർജിക്കുന്നതിനുള്ള ഒരു വഴി അല്പമാത്രമായിട്ട് അവർ പ്രദർശിപ്പിക്കും. ബോധാനന്ദ സ്വാമികളും ഗുരുദേവനെ പോലെ തന്നെ ആ മാർഗത്തെ അവലംബിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയതോടെ അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ഉള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്കിനി ചുരുക്കി മനസ്സിലാക്കാനുള്ളത്, ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്, അതിനെ അധികരിച്ചാണ് എല്ലാ പരിവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടത് എങ്കിൽ ബോധാനന്ദ സ്വാമികൾ നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം കേന്ദ്രമാണ് ക്ഷേത്രം. ആധ്യാത്മിക അഭിവൃദ്ധിക്കായി വിഗ്രഹാരാധനയുടെ ആവശ്യമില്ല, ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. അതിന് അറിവ് മതി, ഉപാസന മതി എന്ന ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ്
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം വളരെ വിപുലമാവുകയായിരുന്നു. ഈ ക്ഷേത്ര ത്യാഗം ഒക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ സങ്കീർണമാകും സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം. അപൂർവം ചിലർ മാത്രം അദ്ദേഹത്തോടൊപ്പം ചേരും. പരമ്പരാഗതമായ വിശ്വാസത്തെ മാറ്റാൻ പലരും തയ്യാറാവില്ല. പറയുന്നത് കാര്യമാണെന്ന് അംഗീകരിക്കുന്നവർ പോലും അതിനെ ഉൾക്കൊള്ളാനും തയ്യാറാവില്ല. പ്രായോഗികമല്ല എന്ന് കരുതി അതിനോട് നിസ്സഹകരിക്കും. ഒന്ന് ഓർത്തു നോക്കുക, ഇത് ആശയക്കുഴപ്പം ഏറെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെ മാത്രമല്ല, അത് കന്യാകുമാരി മുതൽ പലയിടങ്ങളിലും ഈ ക്ഷേത്ര പ്രതിഷ്ഠകളും ഒക്കെ നടക്കുന്നു എന്ന് കേട്ടാൽ അവിടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അനുയായികളുമായി ചെന്ന് സമ്മതിക്കുകയാണ്. അവരോട് വാദിക്കുകയാണ്, തർക്കിക്കുകയാണ്. അപ്പൊ ഇവിടെയെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. ചിലയിടത്തൊക്കെ സംഘർഷം അങ്ങനെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഇങ്ങനെ നടക്കുമ്പോഴാണ് 1908 ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി എത്തുന്നത്. അപ്പോൾ അവിടെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന മൂർക്കോത്ത് കുമാരൻ, ഇതിന്റെ സംഘാടകരെയാണ് ബോധാനന്ദ സ്വാമികൾ ആദ്യം. സ്വാമി തൃപ്പാദങ്ങളെക്കുറിച്ചൊക്കെ അവിടുന്ന് കേട്ടിട്ടുണ്ട്, എങ്കിലും കണ്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് അതിൻ്റെ സംഘാടകരുമായി ആശയവിനിമയം നടത്തുന്നു. ഇങ്ങനെയുള്ള ക്ഷേത്ര പ്രതിഷ്ഠകൾ ഒക്കെ അനാവശ്യമാണ്, അതിൽ നിന്ന് പിന്തിരിയണം. അപ്പൊ നോക്കൂ, ഇത്രയും കഷ്ടപ്പെട്ട് ക്ഷേത്രമെല്ലാം പണിത് അതിൻ്റെ പ്രതിഷ്ഠ വേള വരുമ്പോഴാണ് ഇങ്ങനെ നേരെ അതിന് വിരുദ്ധമായ ആശയവുമായി വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ആ വാദവും ചൊടിയും ചുണയും ഒക്കെ കണ്ട് ഇദ്ദേഹം നിസാരനല്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പ്രചരണമായിട്ട് നടക്കുന്നു. ഇതാ സാക്ഷാൽ സ്വാമി തൃപ്പാദങ്ങൾ സ്ഥലത്തുണ്ട്. അപ്പൊ അവർ ഈ ഒരു സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വാമി തൃപ്പാദങ്ങളെ കാണണം. അവരുടെ ആ പ്രേരണയിലാണ് ഒടുവിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ കാര്യങ്ങൾക്കായി എഴുന്നള്ളിയിരിക്കുന്ന ഗുരുദേവനെ കാണുന്നത്. കണ്ടു. ആ നോട്ടം സ്വാമികൾക്ക് എന്താണ്, അതൊരു വല്ലാതെ തൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ നോട്ടം, തന്നെ ആകെ അളന്ന ആ ഒരു നോട്ടം, അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തൃപ്പാദങ്ങളോടൊന്നും ഉരിയാടാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. തൃപ്പാദങ്ങളൊന്നും ചോദിച്ചുമില്ല. അവിടെ നടക്കുന്നത് സാഷ്ടാംഗ പ്രണാമമാണ്. അവിടെ വീണ് കിടന്നു. പിന്നെ ആരോ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിക്കുകയായിരുന്നത്രേ. അവിടുന്ന് തൽക്കാലം പിൻവാങ്ങി. അന്ന് വൈകിട്ട് ബോധാനന്ദ സ്വാമികൾ വീണ്ടും ഗുരുദേവനെ കാണാൻ വരുന്നത്. ഉത്തരേന്ത്യയിൽ മുഴുവൻ പര്യടനം നടത്തിയ സ്വാമികൾക്ക് ഉപചാര മര്യാദകൾ അറിയാം. അവിടെ ഒരു ആചാര്യനെ എങ്ങനെ സമീപിക്കണമോ അതിൻ്റെ വിധിപ്രകാരം ഉപചാരങ്ങളോടെയാണ് ചെല്ലുന്നത്. ആ രീതിയിൽ താലത്തിലൊരുക്കിയ കാഴ്ചകളല്ല, ഗുരുപാദങ്ങളിൽ വെച്ച് വീണ്ടും നമസ്കരിക്കുകയാണ്. അവിടെ വെച്ച് ഏതാണ്ട് മനസ്സുകൊണ്ട് ഗുരുദേവനോട് അടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ധാരാളം അനുയായികളുണ്ടായിരുന്നു. ധാരാളം അനുയായികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ധർമ്മപട സംഘത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ രഹസ്യ പ്രവർത്തനങ്ങൾ. ഒരിക്കലും അതിൻ്റെ സ്വഭാവം എന്താണെന്നും അതിൻ്റെ ആളുകൾ എന്താണെന്നും ആരാണെന്നും ഒന്നും വെളിയിൽ അറിയാത്ത രീതിയിൽ അതീവ രഹസ്യമായി അന്നത്തെ കാലത്ത് സംഘടിപ്പിച്ച് വഴി നടക്കാൻ
അവകാശമില്ലായിരുന്ന ഈഴവർ ഹൊയ് ഹൊയ് വിളിച്ചുകൊണ്ട് സവർണർ ഇതാ എതിരെ വരുമ്പോൾ ഈ സംഘത്തിലുള്ളവർ അതിനോട് പ്രതികരിക്കുന്നത് ഹോയ് ഹോയ് വിളിച്ചുകൊണ്ട് നേരെ അതേ രീതിയിൽ തന്നെ എതിരെ ചെല്ലുക. അവരവസാനം തീണ്ടലുണ്ടാകാതിരിക്കാൻ അവർ തന്നെ വഴിമാറി പോകേണ്ട അവസ്ഥ. ഇതായിരുന്നു അവരുടെ രീതി. പലപ്പോഴും നല്ല സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, കയ്യാങ്കളി വരെ എത്തുന്നുണ്ട്, അങ്ങനെ ധാരാളം കേസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കേസുകളിൽ നിന്നൊക്കെ സ്വാമികൾ വിദഗ്ധമായി അവർക്ക് വിടുതൽ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം രഹസ്യം പിന്നാലെയാണ് വെളിവാകുന്നത്. അധികാര സ്ഥാനത്ത് ഉള്ളവർ പലരും സ്വാമികളുടെ ഈ സഞ്ചാരവേളയിലിടയ്ക്ക് ഒക്കെ എവിടെ വെച്ചൊക്കെയോ പരിചയപ്പെട്ടവരായിരുന്നു. പരദേശ ബ്രാഹ്മണരായിരുന്നു അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികളിൽ എന്ന് പറഞ്ഞ ഭരണചക്രം പിടിക്കുന്ന അധികാരികളിൽ പലരും. അങ്ങനെ സ്വാമികളെ മുമ്പിനാലെ അറിഞ്ഞ് സ്വാമികളെ ബഹുമാനിക്കുന്ന ആളുകളായിരുന്നു. ആ ഒരു ബന്ധം പ്രയോജനപ്പെടുത്തി സ്വാമികൾ അവർക്ക് കേസിൽ നിന്ന് ഒഴിവ് മേടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ഒന്ന് ഓർക്കണം, ഭരണതലത്തിൽ എത്ര വലിയ സ്വാധീനമാണ് അന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ 1908 ഈ സമാഗമം എങ്കിലും ഗുരുദേവ സവിധത്തിൽ പൂർണ്ണമായും ബോധാനന്ദ സ്വാമികൾ എത്തിച്ചേരുന്നത് പിന്നെയും 4 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഈ 4 കൊല്ലക്കാലം ഗുരുവിൻ്റെ കർമ്മത്തെയും ആ കർമ്മങ്ങളുടെ സ്വഭാവത്തെയും എല്ലാം ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരു സാവകാശം ബോധാനന്ദ സ്വാമികൾക്ക് കിട്ടുകയാണ്. അവിടുന്ന് നിഷ്ക്രിയനായി ഇരിക്കുകയല്ലായിരുന്നു. എങ്കിലും ഇതുവരെ താൻ ഭാരത പര്യടനം നടത്തിയപ്പോൾ എത്രയോ മഹാപ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് തന്നെ ശങ്കരാചാര്യ പരമ്പരയിൽ നിന്നാണ്. അവിടങ്ങളിലൊന്നും കാണാത്ത ചില സവിശേഷതകൾ, അവിടങ്ങളിലൊന്നും പരിചയിക്കാനാകാത്ത ചില സവിശേഷതകളും ഗുരുവിൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ കാണുകയാണ്. അങ്ങനെ ഈ ശാരദാ മഠത്തിലെ പ്രതിഷ്ഠ വരുന്നു. ആ പ്രതിഷ്ഠ വേളയിലാണ് ഈ ബോധാനന്ദ സ്വാമികളും ശിഷ്യന്മാരും അനുചര വൃന്ദവും എല്ലാവരും സംഘടിച്ച് ശിവഗിരിയിലെത്തുന്നതും ആ ശാരദാ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നതും അവിടെ വെച്ച് ആചാരപൂർവം ഗുരുദേവനെ ഉപചരിച്ച് താനും തൻ്റെ പ്രസ്ഥാനവും തൃപ്പാദ സന്നിധിയോട് ചേരുന്നു എന്ന് പരസ്യമായി വിളംബരപ്പെടുത്തുന്നത്. അതോടെ ആ ഒരു പ്രസ്ഥാനം, ബോധാനന്ദ സ്വാമികൾ അതുവരെ നടത്തി വന്ന പ്രസ്ഥാനം, അത് ഗുരുദേവ പ്രസ്ഥാനത്തിൽ ലയിക്കുകയാണ്. ഇത് വലിയൊരു പ്രാധാന്യം ഉള്ള ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും ഇദ്ദേഹത്തിന് തോന്നിയാൽ സന്യാസം കൊടുക്കുമായിരുന്നു, ശിഷ്യരാക്കുമായിരുന്നു. ആദ്യം കാണുന്ന അവസരത്തിൽ തന്നെ ബോധാനന്ദ സ്വാമികൾക്ക് ഗുരുദേവൻ താക്കീത് കൊടുക്കുന്നുണ്ട്, കാണുന്നവർക്കൊക്കെ സന്യാസം കൊടുക്കരുത്, അതുപോലെ തന്നെ മതഖണ്ഡനം പാടില്ല. ഇതെല്ലാം ആ ഉപദേശം കേട്ടതോടെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ശാരദ പ്രതിഷ്ഠ കഴിയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നമുക്കറിയാം. ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ പാടെ ശിവഗിരി മഠം SNDP യോഗത്തെ ഭരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിരിക്കാൻ സ്വന്തമായി ഒരു സ്ഥലം വേണമെന്ന ഒരു ആഗ്രഹത്തോടെ ഗുരുദേവൻ ആലുവായിക്ക് പുറപ്പെടുകയാണ്. സത്യത്തിൽ ആലുവ അദ്വൈതാശ്രമ സ്ഥാപനത്തിന് ഇതുപോലെ നിശബ്ദമായി നിന്ന് പ്രവർത്തിച്ച മറ്റൊരാളില്ല. ഇപ്പൊ ചരിത്രം നോക്കുമ്പോൾ പല പേരുകളും കാണുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു അഗ്നിപർവ്വതം പോലെ വലിയൊരു
വിപ്ലവത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരാൾ തികച്ചും സാത്വികനായി, അറിയപ്പെടാതെ, എന്നാൽ ഒരു പ്രവൃത്തിയും അവധിക്ക് വെക്കാതെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അവിടുന്ന് മാറുകയാണ്. ഏതാണ്ട് തുറന്നുള്ള ഒരു അല്പകാലം അദ്വൈതാശ്രമത്തിനൊരു സുസ്ഥിതി കൈവരുത്തിയതിന് ശേഷം അവിടുന്ന് ശിവലിംഗ സ്വാമികളുടെ, അദ്ദേഹം അന്ന് പെരിങ്ങോട്ടുകരയാണ്, അത് ഗുരുദേവന്റെ തന്നെ പ്രതിപുരുഷനായി ലോകം കാണുന്ന ഒരാളാണ് ശിവലിംഗ സ്വാമികൾ. അത് തലശ്ശേരിയിൽ ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ, ഗുരുദേവ സന്നിധിയിൽ വെച്ച് ശിവലിംഗ സ്വാമികളെ കണ്ടുമുട്ടുമ്പോൾ ബോധാനന്ദ സ്വാമികൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. സ്വാമി തൃപ്പാദങ്ങളെ എങ്ങനെ ജനം കാണുന്നു, അതേ രീതിയിൽ തന്നെ ശിവലിംഗ സ്വാമികളുടെ സാന്നിധ്യത്തിൽ ആളുകൾ അതുപോലെ തന്നെ ആദരവ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ശിവലിംഗ സ്വാമികളെ ആ ഒരൊറ്റ സമീപനത്തിൽ നിന്ന് തന്നെ അളക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ ശിവലിംഗദാസ സ്വാമികളുടെ അടുക്കൽ ഏതാണ്ട് ഒരു 4 കൊല്ലക്കാലത്തോളം ബോധാനന്ദ സ്വാമികൾ കഴിയുന്നുണ്ട്. ഗുരുദേവനിൽ നിന്ന് എന്തെല്ലാം പകർന്നു കിട്ടി. അപ്പൊ നോക്കണം, മഹാപണ്ഡിതനായി ഉത്തരേന്ത്യ മുഴുവൻ പര്യടനം നടത്തി തിരിച്ചു വന്ന ഒരാൾ, ഇതാ ഏതാണ്ട് തത്തുല്യമായ ഒരു കാലയളവ് ശിവലിംഗദാസ സ്വാമികളുടെ സവിധത്തിൽ ഒരേ സമയം പ്രവർത്തനവും അതേസമയം സാധകനായും ജിജ്ഞാസുവായും പഠിതാവുമായും ഒക്കെ കഴിഞ്ഞുകൂടുകയാണ്. ഇതുപോലെ പദം വന്ന്, ഇതുപോലെ ശിക്ഷിതനായി, സുശിക്ഷിതനായി എന്ന് തന്നെ പറയാം, നല്ലപോലെ പാകപ്പെട്ടതിന് ശേഷമാണ് ഗുരുദേവൻ ബോധാനന്ദ സ്വാമികളെ അനന്തരഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവിടെയും നമ്മൾ കാണേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ ദീർഘമായി സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ശാരദാ പ്രതിഷ്ഠ നടന്നപ്പോൾ ഗുരുദേവൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ശിഷ്യപ്രധാനിയായിട്ട് ശിവലിംഗദാസ സ്വാമികളെ അവിടുന്ന് പ്രഖ്യാപനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ശിഷ്യപ്രധാനി എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ പ്രധാന ശിഷ്യൻ. നിർഭാഗ്യവശാൽ അവിടുന്ന് 1919 സമാധി അടയുകയാണ്. അപ്പോൾ ആ ശിഷ്യപ്രധാനിയുടെ ആ പ്രസക്തി പോയി. ആ സ്ഥാനത്തേക്ക് ആണ് ബോധാനന്ദ സ്വാമികൾ കടന്നു വരുന്നത്. ഇതിനോടകം പല പല ചുമതലകളും അദ്ദേഹത്തിന് കൈവരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, അപ്പൊ നമ്മൾ ഈഴവ സമുദായത്തിൻ്റെ എന്ന് പറയുന്നത് ശരിയല്ല, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വൈദിക തലവനായി ഗുരുദേവൻ ആലുവായിൽ വെച്ച് ബോധാനന്ദ സ്വാമികൾക്ക് ചുമതല കൊടുക്കുന്നുണ്ട്. വൈദിക തലവനെന്ന് പറയുമ്പോൾ ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിലെ എല്ലാ ആചാര നടപടികൾ, അതിൻ്റെ എല്ലാം ഒരു നേതൃത്വവും അതിൻ്റെ എല്ലാം ഒരു അന്തിമ വാക്കെന്ന് പറയുമ്പോൾ അത് ഗുരുദേവൻ്റെയാണ്. ഏതൊരു കാര്യവും ഗുരുദേവന്റെ ഇച്ഛ അറിഞ്ഞ് അത് നടപ്പാക്കുക. അപ്പം അതിന് പൂർണ്ണമായും ഗുരുദേവൻ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചൈതന്യ സ്വാമികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈദിക മഠം സ്ഥാപിച്ച നമ്മുടെ ശങ്കരൻ പരദേശികൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ഈ വൈദിക വൃത്തിയിൽ അതിൻ്റെ തലയാളുകളായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഗുരുദേവൻ ഈ ബോധാനന്ദ സ്വാമികളെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത്. അവിടുന്ന് അനന്തരഗാമിത്വം കിട്ടി ആദ്യമായി ആഗ്രഹിച്ച കാര്യം, നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യം, ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ അഥവാ ഈ സമുദായത്തിലെ എല്ലാ ആചാര നടപടികളും, എല്ലാ ദേവാലയങ്ങളിലെയും എല്ലാ നടപടികൾക്കും ഒരു ഐക്യരൂപ്യം വരിക. ഇന്നും അതേ സംബന്ധിച്ച് തർക്കമാണ്, പലയിടത്തും പല രീതിയാണെന്നും മറ്റും. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചത് ഈ സാധാരണ പഴയ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്ര സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം മാറി ഗുരുദേവൻ ശാരദാമഠത്തിൽ എന്ത് വ്യവസ്ഥപ്പെടുത്തിയോ അതിന് അനുസരിച്ച് ലാളിത്യമുയർന്ന, എന്നാൽ
അർത്ഥപുഷ്ടിയുള്ള സമ്പ്രദായത്തെ നടപ്പാക്കുക എന്നതായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും കടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഈ SNDP യോഗത്തിന്റെ കൂടി സ്ഥിരാധ്യക്ഷ സ്ഥാനത്തേക്ക് അവിടുന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഗുരുദേവന് ശേഷമുള്ള പിൻഗാമിയായിട്ട് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്നെ നിർഭാഗ്യവശാൽ അവിടുന്ന് നിഷ്കാസിതനാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവ പരമ്പരകളെ തുടർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അസാധ്യമായി തീരുകയാണ്. സത്യത്തിൽ അസമയത്ത് പൊലിഞ്ഞുപോയ ഒരാൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധി കൊണ്ട് നഷ്ടമുണ്ടാകാത്ത തരത്തിൽ ഏതാണ്ട് സമർത്ഥനായ, അതിസമർത്ഥനായ എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠത്തിന് ഇതുപോലെ ഒരു അടിത്തറയിടുകയും ഗുരുദേവ കൃതികളെയെല്ലാം സമാഹരിച്ച് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും, എന്തിനധികം നമ്മുടെ ചെമ്പഴന്തി ഇന്ന് നമ്മൾ ചെല്ലുന്ന ഗുരുകുലം പോലും അത് ശിവഗിരി മഠത്തിന് വേണ്ടി സ്വന്തം എന്താണ് പറയുന്ന വീട്ടിലെ എന്താണ് അതിന് വീതം എന്ന് പറയും, അത് വിറ്റ് കിട്ടിയ പൈസ സ്വന്തം നിലയിൽ മുടക്കി അതിൻ്റെ അവകാശം എഴുതി വാങ്ങുകയും ചെയ്ത ഒരു മഹാപുരുഷനുണ്ട്. അദ്ദേഹത്തെ ശിവഗിരി മഠവുമായി ബന്ധപ്പെടുത്തിയത് ബോധാനന്ദ സ്വാമികളാണ്. ആ ധന്യാത്മാവിൻ്റെ പേര് സ്വാമി ധർമ്മതീർത്ഥരെന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു പിൻഗാമിയെ, അദ്ദേഹമായിരുന്നു ധർമ്മസംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി. അതിൻ്റെ സ്ഥാപക അധ്യക്ഷനായി ബോധാനന്ദ സ്വാമി വന്നെങ്കിലും അതിൻ്റെ സെക്രട്ടറി ധർമ്മതീർത്ഥ സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കടമ ഭംഗിയായിട്ട് ചെയ്തു. ബോധാനന്ദ സ്വാമിയുടെ ജീവിതം അസമയത്ത് അവസാനിച്ചു എന്ന് വരികിലും അതിന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിവർത്തിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിൽ ബോധാനന്ദ സ്വാമികളുടെ സമാധിയെ തുറന്നു വന്ന ഗോവിന്ദാനന്ദ സ്വാമികൾ, അതും ബോധാനന്ദ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. ധർമ്മതീർത്ഥ സ്വാമികൾ അത് ബോധാനന്ദ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. രാമാനന്ദ സ്വാമികൾ, ഇങ്ങനെയുള്ള അതിപ്രഗത്ഭമതികളെ എല്ലാം ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് വന്നത് ബോധാനന്ദ സ്വാമികളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒഴിഞ്ഞു പോയാലും ഒരു ഡസനിലധികം പേരെ, അതിസമർത്ഥരായ ആളുകളെ ഗുരുദേവ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് ആ ദിവ്യ ചേതസ് ഒതുങ്ങിയത്. അപ്പോ ഗുരുദേവനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് പോലെ എല്ലാം വ്യവസ്ഥപ്പെടുത്തിയിരുന്നു, എല്ലാം ചെയ്തു വെച്ചിരുന്നു. അതനുസരിക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അവിടുന്ന് എന്തെല്ലാം ഭാവന ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ SNDP യോഗത്തിൽ ഒരു തവണ അദ്ദേഹം അധ്യക്ഷത വഹിച്ചുകൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സമുദായം എങ്ങനെയായിരിക്കണം, SNDP യോഗത്തിന്റെ ഒരു ശാഖ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് എത്ര ഭാവനയോടെയാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നതെന്നും ആസൂത്രണം ചെയ്തതെന്നും മനസ്സിലാക്കാം. ആ ഗ്രന്ഥം കയ്യിലുള്ളവർ അത് ആവർത്തിച്ച് പലവട്ടം ഒന്ന് വായിച്ചു നോക്കുന്നത് ഉത്തമമായിരിക്കും. ഈ സ്മൃതികൾ നമുക്ക് സന്ദർഭാനുസരണം ഇതിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് വീണ്ടും നമുക്ക് എത്തി നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ആ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി. ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കരുതെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം